ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷൈനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടില്ല, ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടില്ല, ഇടവക വികാരി വഴി തൊഴിൽ തേടാൻ വേണ്ടി ശ്രമം നടത്തി, അവിടെ പിന്തുണ കിട്ടിയിട്ടില്ല. അങ്ങനെ സമസ്ത മേഖലയിലും കൈനീട്ടി എല്ലായിടത്തു നിന്നും പിന്തുണ കിട്ടാതെ വന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്ന മനസ്സിനെ ഉള്ളുലച്ച ഒരു സന്ദർഭത്തിലെടുത്ത ഒരു തീരുമാനമായിരിക്കാം 2 കുഞ്ഞുങ്ങളുമായി ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളത്. ആവർത്തിച്ച് പറയുന്നു അതല്ല പരിഹാരം എന്ന്. പക്ഷേ അവർ കടന്നുപോയ വഴി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ആരെയും വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതാണ്. പിന്നെ സഭ സഹായിച്ചില്ല എന്ന് പറയുന്നു. 21,000 രൂപയ്ക്ക് ജോലി അവർക്ക് ഓഫർ ചെയ്തിട്ട് വാങ്ങിച്ചില്ല എന്ന് ബോധ്യപ്പെടാത്തൊരു വിശദീകരണം അനൗദ്യോഗികമായി നൽകിയതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടവക വികാരി വഴിയാണ് തൻ്റെ ദൈന്യത ഈ സഭാ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇടവകയിലെ വിശ്വാസികളുടെയൊക്കെ പണം പിരിച്ചുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽപ്പെടുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്.